സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ പിന്നെ ചില നീതിയുക്തമല്ലാത്ത നിയമങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. പൊതുപ്രവർത്തകരുടെ, ജനപ്രതിനിധികൾ ഉൾപ്പെട്ട പൊതുപ്രവർത്തകരുടെ അഴിമതി, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഒക്കെ ഭരണഘടനാ ലംഘനം അവരുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിൽ ഉണ്ടാവുന്നു, സത്യപ്രതിജ്ഞാ ലംഘനങ്ങൾ ഉണ്ടാവുന്നു, സാമൂഹിക നീതിക്ക് നിരക്കാത്ത ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ലോക്പാൽ. ലോക്പാൽ നിയമം തന്നെ ഏറെ വിവാദമായതാണ്. അവസാനം അത് പാസ്സായി. ലോക്പാലിൻ്റെ മൊത്തം 7 അംഗങ്ങളാണുള്ളത്. അതിൽ 3 പേര് ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണം. അതിൻ്റെ ഇപ്പോൾ ലോക്പാലിൻ്റെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് AM ഖാൻവിൽക്കറാണ് നിലവിൽ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ. പൊതുപ്രവർത്തകർക്കെതിരായിട്ടുള്ള അഴിമതി ആരോപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് പുറമെ, ചെയർപേഴ്സണിന് പുറമെ മറ്റ് 6 അംഗങ്ങളുണ്ട്. 3 പേര് ജുഡീഷ്യൽ സർവീസിൽ നിന്ന് വരുന്നവരാണ്. റിട്ടയർഡ് ചെയ്ത സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ചെയർപേഴ്സണ് ചീഫ് ജസ്റ്റിസിന് തുല്യമായിട്ടുള്ള ശമ്പളമാണ് മാസം കിട്ടുന്നത്. അലവൻസ് 2,80,000 രൂപ ഒരു മാസം കിട്ടും. അംഗങ്ങൾക്ക് 2,50,000 രൂപ കിട്ടും. ബാക്കിയുള്ള ഒരുപാട് സൗകര്യങ്ങളും സൗജന്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അലവൻസുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം അവർക്കുണ്ട്. ഇപ്പോൾ ഈ 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ജുഡീഷ്യൽ അംഗങ്ങൾ ഒഴിച്ചാൽ ബാക്കി 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും അതിനൊക്കെ താല്പര്യമുള്ള ആളുകളെയൊക്കെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവർക്കിപ്പോൾ പുതിയ BMW കാർ മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് 7 പേർക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഏകദേശം 5 കോടിയോളം രൂപ, 4,90,000 രൂപയാണ് ചെലവഴിക്കുന്നത്. ഒരു കാറിന് ഏകദേശം 70 ലക്ഷം രൂപ വരെയുള്ള കാറാണ് മേടിക്കുന്നത്, പുതിയ കാറുകൾ. നിലവിൽ കാറുണ്ട്, അപ്പോഴാണ് ഈ ആഡംബര കാർ മേടിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിമാർ പോലും ഇത്രയും വരെയുള്ള കാറിൽ സഞ്ചരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ആലോചിക്കണം. ആർക്കാണിത് വാങ്ങിക്കൊടുക്കുന്നതെന്നും ആലോചിക്കണം. ഈ BMW 3 സീരീസിലെ 330 ലീ കാറുകൾ, ആ കാറുകളാണ് മേടിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. വെള്ള നിറത്തിലുള്ള സ്പോട്ട് ലോങ് വീൽ ബേസ് കാറുകളാണ് ആവശ്യം. ഇതിൽ ടെൻഡറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ BMW 3 സീരീസ് ലോങ് വീൽ ബേസ് ഈ വർഷമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതെന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏറ്റവും വിശാലമായ 2ാമത്തെ സീറ്റ് നിരയുള്ള സെഗ്മെൻറ്റിലെ ഏറ്റവും നീളം കൂടിയ കാറാണ് ഇതെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഈ കാറിൻ്റെ ഓൺ റോഡ് വില ഏകദേശം 70 ലക്ഷം രൂപയാണ്. അതായത് 4,90,000 രൂപ, 4,90,00,000 രൂപ ഇതിന് ചെലവ് വരുന്ന 7 മേടിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. 7 പേർക്ക്. വാഹനം നൽകുന്ന സ്ഥാപനം ലോക്പാലിലെ ഡ്രൈവർമാർക്ക് സമഗ്രമായ പരിശീലനം നൽകണമെന്നും മിനിമം 7 ദിവസത്തെ പരിശീലനം നൽകണം. അത് വാഹനം കൈമാറുന്ന തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് സാധാരണ എത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവർക്കും പെട്ടെന്ന് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയല്ല അമ്മാതിരി സാധനം വരണേന്ന് ആലോചിച്ച് നോക്ക്. ആഡംബരത്തിൻ്റെ അങ്ങേ തലയ്ക്കലേക്ക് ഇവർ പോവുകയാണ്. 2013 ലോക്പാൽ ലോകായുക്ത നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ശമ്പളമാണ് ഒരു സംഭവമാണ്, സ്ഥാപനമാണ് ഇതെന്നുള്ളത് നമുക്കറിയാം. ഒക്കെ ഇതെല്ലാം ബാക്കിയുള്ള അംഗങ്ങളുടെ ശമ്പളം, അലവൻസുകൾ, മറ്റ് സേവന വ്യവസ്ഥകളെല്ലാം സുപ്രീം കോടതി ജഡ്ജിയുടേതിന് തുല്യമായിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് വല്ലാതെ കടുവയെ പിടിച്ചൊക്കെ ഇടുവാന്നൊക്കെ പറയുന്ന പോലെയുള്ള അഴിമതിക്കും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കുമൊക്കെ എതിരായിട്ടുള്ള സ്വജനപക്ഷപാതത്തിനുമൊക്കെ എതിരായി നിലനിൽക്കുന്ന, അത് അന്വേഷിക്കാൻ നിയുക്തമായിട്ടുള്ള ഒരു സമിതി തന്നെ തങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തങ്ങളുടെ സൗകര്യങ്ങൾ കുറച്ചുകൂടി വിശാലമാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ പുറകിലാണ്. അല്ലാതെ അവരിൽ അർപ്പിതമായ കർത്തവ്യം നിക്ഷിപ്ത താല്പര്യങ്ങളില്ലാതെ നടപ്പിലാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള വഴിക്ക് അവർ പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. ഇത് കോഴിക്കോടിന് കുറുക്കം കാവലിൽ നിൽക്കുന്ന പോലെയുള്ള അവസ്ഥയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് ലോക്പാലിലാക്കിയതിനേക്കാളും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഗോവിന്ദസ്വാമിയെ പിടിച്ചിട്ട്, സൗമ്യവാദ കേസിൽ ഇപ്പോൾ അടുത്ത് ജയിൽ ചാടിയ ഗോവിന്ദസ്വാമിയെ പിടിച്ചിട്ട് വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാക്കണം. അതേപോലെ തന്നെ നമ്മുടെ കല്ലുവാതുക്കൽ മദ്യദുരന്തത്തിലെ പ്രതിയായിരുന്ന, ജയിലിൽ ഒരുപാട് കാലം കിടന്നപ്പോൾ പുറത്തിറങ്ങിയെന്ന് അറിയില്ല, മണിച്ചനെ പിടിച്ചിട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിയാക്കണം. ചത്തുപോയ സന്തോഷ് മാധവനുണ്ടല്ലേ, നിർധനരായ കുട്ടികളെ, സ്വാമിയായിരുന്നു, വ്യാജസ്വാമി, നിർധനരായ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ, ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന, സാമ്പത്തിക സഹായം അവർ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ഒരു ആശ്രയ കേന്ദ്രത്തിലേക്ക് വരുന്ന കുട്ടികളെ, നിരാശ്രയായ കുഞ്ഞുങ്ങളെ ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും ഇരയാക്കിയ സന്തോഷ് മാധവനെ പിടിച്ചിട്ട് ശിശു സംരക്ഷണ സമിതിയുടെയോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ്റെയോ ചെയർമാനാക്കണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര കണ്ട് വൃത്തികെട്ട രീതിയാണ്. ഇത് ഇന്ത്യയിലും മാത്രമേ നടക്കുകയുള്ളൂ. ഇവന്മാർക്കൊക്കെ എന്തിനാണ് ഇത്ര വലിയൊരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ സീരീസിൽപ്പെട്ട കാറില്ല.
ഈ വർഷം ലോഞ്ച് ചെയ്തിട്ടുള്ള BMW 70 ലക്ഷം രൂപ വരെയുള്ള കാറിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഇവർക്ക് പിന്നെ നാട്ടിലെ അഴിമതിയൊക്കെ പിന്നെ കണ്ടെത്താനും അതിലൊക്കെ അന്വേഷണം നടത്താനും പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ സേവനം വേണ്ടാന്ന് വെക്കണേ. അതിൽ തന്നെ 3 പേര് ജുഡീഷ്യൽ സർവീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാ. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന പിന്നെ ഭീമമായ പെൻഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ബാക്കി 4 പേരെ റിക്രൂട്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റും താല്പര്യങ്ങളൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഈ പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ ഒറ്റയടിക്ക് സ്ലോട്ടർ വിട്ടിക്കൊണ്ടിരിക്കുക ഇവർ. അതിൽ വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര സർക്കാരും ഒന്നും മോശമല്ല എന്നതിൻ്റെ തെളിവാണ്. കാരണം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള 4 പേരയിലുള്ളവർ. പിന്നെ ഈ ജുഡീഷ്യൽ റിക്രൂട്ട്മെൻറ്റിനകത്തും ചില ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചില ജുഡീഷ്യൽ കമ്മീഷനുകളെ വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങളൊക്കെ അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. പരോക്ഷമായിട്ടല്ലെങ്കിലും പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി ഇൻഡയറക്റ്റ്ലി അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, രാഷ്ട്രീയ നിയമനങ്ങളാണ്. 70 ലക്ഷം രൂപേൻ്റെ കാറ് ഇനി ഇവർക്ക് സഞ്ചരിക്കാൻ ഇനിയിപ്പോൾ വേണം, പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ മേടിച്ചു കൊടുക്കണം എന്ന് ഇനി പറയാത്തത് ഭാഗ്യം. ആ കാറിനൊക്കെ എന്താണ് പറഞ്ഞാൽ ഇന്ധനക്ഷമത വളരെ കുറവായിരിക്കും. 1 ലിറ്റർ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കിലോമീറ്റർ വെച്ച് കിട്ടൂല. അതിൻ്റെ ഇന്ധന ചെലവ്, ബാക്കിയുള്ള ഈ ഡ്രൈവർക്ക് ട്രെയിനിങ്, അതായത് സാധാരണ ഒരു ഹെവി ലോറി ഓടിക്കുന്ന ഡ്രൈവർക്ക് പോലും ഓടിക്കാൻ പറ്റില്ല. അത് അതിന് പ്രത്യേക ട്രെയിനിങ് വേണം, 7 ദിവസത്തെങ്കിലും ട്രെയിനിങ്. എന്താണ് എവിടേക്കാണ് ഇന്ത്യയുടെ പോക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ ജനാധിപത്യത്തിൽ മനുഷ്യന് പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ട വരുന്ന ഗതികേടുള്ള ഒരു സാധാരണക്കാരനായ പൗരൻ എന്ന രീതിയിൽ എൻ്റെ വിഷമം നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമൊന്നും കാണണ്ട.